സീക്രട്ട് ഏജന്റ് ഇത്രയും ഗതികെട്ടവൻ മറ്റാരെങ്കിലും ഉണ്ടാവുമോ ദൈവമേ എന്ന് തന്നെ ചോദിച്ചു പോകും. സീക്രട്ട് ഏജന്റ് എന്ന ഈ സായി കൃഷ്ണയെ അറിയാത്തവർ ചിലപ്പോൾ കേരളത്തിൽ കുറവായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റി. പക്ഷേ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം എയറിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ തൻ്റെ ബിഗ് ബോസ് മത്സരാർത്ഥിയായി പ്രവേശിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ നല്ല രീതിയിൽ നിലയും വിലയുമുള്ള ആളുകളൊക്കെയും തന്നെ അംഗീകരിച്ചിരുന്ന, അതല്ലെങ്കിൽ കേരളം എന്ത് ചിന്തിക്കുന്നു എന്നത് മനസ്സിലാക്കി സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സായി കൃഷ്ണ. ഒരു വിഷയത്തെ പഠിച്ച് വിശദമായി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നല്ല വശങ്ങളെയും ചീത്ത വശങ്ങളെയും വ്യക്തമായ രീതിയിൽ ധരിപ്പിക്കുന്ന പ്രത്യേകതര കഴിവും അതിലുപരി ആകർഷണമായ സംസാര രീതിയും ഒക്കെയും തന്നെ സായി കൃഷ്ണയുടെ വിജയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ചുരുക്കം നാളുകൾ കൊണ്ട് തന്നെ യൂട്യൂബിൽ തിളങ്ങാൻ സാധിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ശരിക്കും പറഞ്ഞ സീക്രട്ട് ഏജന്റ് എന്ന ഈ സായി കൃഷ്ണ. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിലുമുപരി ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളോ അതല്ലെങ്കിൽ വീഡിയോയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും തന്നെ വ്യക്തമായ രീതിയിൽ പഠിച്ചിട്ടല്ല എന്ന് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 2 വീഡിയോ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വ്യക്തമായ ഉദാഹരണമാണ് മനാഫിൻ്റെ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകളും അതേപോലെ തന്നെ ബാലയുടെ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകളും. ഒരു പക്ഷേ തനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്നിഷ്ടത്തോടെ വിളിച്ചു പറയുന്ന പ്ലാറ്റ്ഫോമാണ് പലപ്പോഴും യൂട്യൂബ് ചാനൽ. പലപ്പോഴും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം എടുക്കുകയും അതിൽ ശരിയോ തെറ്റോ എന്നത് വ്യക്തമായ രീതിയിൽ ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുകയും അത് കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കുകയുമാണ് ശരിക്കും ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിലപാടുകളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരികയും അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള നിലപാടുകൾ ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ കുറ്റം പറയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുപോലെ തന്നെ അദ്ദേഹം പല വീഡിയോകളും ചെയ്യുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വാദിക്കുന്നവരും തെറ്റാണെന്ന് വാദിക്കുന്നവരും 2 ഗ്രൂപ്പുകളായി തന്നെ ഉണ്ടായിരുന്നു. ബാലയുടെ വിഷയത്തിലും അതേപോലെ തന്നെ മനാഫിൻ്റെ വിഷയത്തിലും ഇദ്ദേഹം എടുത്ത നിലപാടുകൾക്കെതിരെ മാത്രമായിരുന്നു ജനങ്ങളൊക്കെയും തന്നെ പ്രതികരിച്ചത്. ഒരുപക്ഷെ ജനങ്ങളുടെ ചിന്ത അതല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണോ എന്തു തന്നെയായാലും നല്ല രൂക്ഷമായ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ തന്നെയായിരുന്നു സായിക്ക് ഇതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നത്. ഒരുപക്ഷെ അതൊക്കെയും തന്നെ ശരിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങുകയും എല്ലാവരും ഒന്നിച്ചു ചേർത്ത് അതല്ലെങ്കിൽ മനാഫിനോടൊപ്പം തന്നെ നിന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം അദ്ദേഹം തെളിയിക്കുകയും ചെയ്തിരുന്നു. അത് എന്തു തന്നെയും ആവട്ടെ, പക്ഷേ സീക്രട്ട് ഏജന്റ് എന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കേരളക്കരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന അതല്ലെങ്കിൽ കേട്ടിരുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും എന്ന രീതിയിൽ ചിന്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഇതെങ്ങനെ മാറി മറിഞ്ഞു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ബിഗ് ബോസ് പ്രവേശനം തന്നെയായിരുന്നു അതിനൊക്കെയും കാരണം. താൻ ബിഗ് ബോസ് പ്രവേശനത്തിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യങ്ങളും അതിനകത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് പാലിക്കപ്പെടാൻ സാധിച്ചില്ല എന്നതിലും ഉപരി ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയതോടുകൂടി അദ്ദേഹത്തിനോട് ശത്രുതയുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് മുതിരുകയും അതല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ തന്നെ തുടങ്ങുകയും അതിലൂടെ വമ്പൻ വിജയം അവരൊക്കെ തന്നെ കാണുകയും ചെയ്തതോടുകൂടി ശരിക്കും പറഞ്ഞാൽ സായി കൃഷ്ണ എന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ആളുകൾക്കിടയിൽ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെക്കുറിച്ച് സായി കൃഷ്ണ തന്നെ പറയുന്നത് എനിക്കെതിരെ എൻ്റെ ശത്രുക്കൾ മനഃപൂർവ്വം ചെയ്യുന്ന PR വർക്ക് മാത്രമാണ് ഇതൊക്കെയും എന്നാണ്. എന്നാൽ ഒരു 25% PR വർക്കാണെങ്കിൽ 75% ജനങ്ങളും തീർച്ചയായിട്ടും ഇതിലൊക്കെയും അകപ്പെട്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് ഒന്നും തന്നെ യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിലപാട് എടുക്കുന്നവരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ നമ്മളൊരു വിഷയത്തെ പഠിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റു പറ്റുക സ്വാഭാവികമാണ്. എന്നാൽ ഇത്രയും വലിയ വലിയ തെറ്റുകൾ പറ്റുക എന്നത് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം മനാഫ് അർജുൻ്റെ വിഷയത്തിൽ മനാഫ് എത്രമാത്രം നിഷ്കളങ്കനാണെന്നും എത്രമാത്രം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ഇയാൾക്ക് ശരിയാണെന്ന് തോന്നുന്ന രീതിയിൽ മനാഫിനെ കുറ്റം പറയുന്ന രീതിയിൽ ഒരു വീഡിയോ ഇറക്കിയത് ഒരുപക്ഷെ അദ്ദേഹം ഈ സമയത്ത് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിനൊക്കെ വകഞ്ഞു മാറ്റാൻ മനാഫിനോടൊപ്പം തന്നെ അദ്ദേഹം വീഡിയോ ചെയ്യാൻ കാണിച്ച തൻ്റെ ഇടം അതല്ലെങ്കിൽ അതിലൂടെ മനാഫിനോട് മാപ്പ് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാൻ കാണിച്ച തൻ്റെ ഇടം തീർച്ചയായിട്ടും അത് സായിക്ക് കുറച്ചും കൂടി ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മനാഫിനോടുള്ള ഇഷ്ടം അർജുൻ്റെ ഫാമിലിയോടുള്ള വിയോജിപ്പ് തീർച്ചയായിട്ടും അത് സായി കൃഷ്ണയോട് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലുപരി പലതരത്തിലുള്ള പേരുകളാണ് സായി കൃഷ്ണ എന്ന ഈ സീക്രട്ട് ഏജന്റിൻ്റെ അക്കൗണ്ടുകളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. ഒരുപക്ഷെ കുത്തിത്തിരിപ്പ് സ്റ്റാർ അങ്ങനെ വായിൽ തോന്നുന്ന പലതരത്തിലുള്ള പേരുകൾ അദ്ദേഹത്തെ വിളിക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. എന്തു തന്നെയായാലും ആ നല്ല കഴിവുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അംഗീകരിക്കുന്ന ആ പഴയ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയിലൂടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് എല്ലാവരെയും പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു.